പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം വലിയ വിജയമാക്കിയതിൽ പ്രേക്ഷകരോട് ഒരുപാട് സ്നേഹമെന്ന് നടൻ ദിലീപ്. സിനിമ പ്രേക്ഷകർ കണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചത്. സിനിമ ഇറങ്ങി 5-ാം ദിവസമാണ് പ്രമോഷൻ തുടങ്ങിയത്. ഒരുപാട് ചിരിക്കാനുണ്ട്, കണ്ണു നനയിച്ചു തുടങ്ങി കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം. എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നുവെന്ന സന്തോഷത്തിലാണെന്നും ദിലീപ് പറഞ്ഞു. ഈ ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യത ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കും എന്നാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിനെ ആളുകൾ ഓടിച്ചിട്ട് വഴക്ക് പറയുകയാണ്. അപൂർവമായ കാര്യമാണിത്. നമ്മളെ എല്ലാവരും അത്ഭുതപ്പെടുത്തിയ കാര്യം കൂടിയാണിത്. സിനിമയ്ക്ക് അത്രമാത്രം പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയുടെ വിജയ ഫോർമുല സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല. പ്രൊമോഷനിൽ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത് പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തത് കൊണ്ടാണെന്ന് ദിലീപ് പറഞ്ഞു. അതിനിടെ ദിലീപിനെ കുറിച്ച് നടൻ ധ്യാൻ ശ്രീനിവാസനും സംസാരിച്ചു. താനാണ് ദിലീപേട്ടന്റെ ഏറ്റവും വലിയ ഫാൻ എന്നായിരുന്നു ധ്യാനിന്റെ പ്രതികരണം. ദിലീപിൻ്റേത് തിരിച്ചുവരവാണെന്നൊക്കെ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം അതിന് എവിടെയാണ് പോയത്? ഇവിടെ തന്നെ നിൽക്കുകയല്ലേ അദ്ദേഹം ചെയ്തത്? ദിലീപേട്ടൻ മോശമായി അഭിനയിച്ച് മോശമാക്കിയ സിനിമയുണ്ടോ? പിന്നെ എന്തിനാണ് കംബാക്ക് എന്ന് പറയുന്നത്? ദിലീപേട്ടന്റെ എല്ലാ സിനിമകളും ഇവിടെ ചർച്ചയാകുന്നുണ്ട്. സിനിമ വളരെ സബ്ജക്റ്റീവാണ്. ചിലർ ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. തിയേറ്ററിൽ ഓടിയ ചില പടങ്ങൾ OTTയിൽ വരുമ്പോൾ മോശമാണെന്ന് പറയാറുണ്ട്. ഓടാത്ത പടങ്ങൾ OTTയിൽ എത്തുമ്പോൾ നല്ലതാണെന്നും പറയാറുണ്ട്. മാസ് ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് സിനിമ സക്സസ് ആകുന്നത്. സിനിമ പലപ്പോഴും പാളിപ്പോകുന്നത് എക്സിക്യൂഷനിലാണ്. ദിലീപേട്ടൻ കാരണം ഒരു പടവും മോശമായിട്ടില്ല. എല്ലാം ഒത്തുചേർത്ത രീതിയിൽ ഒരു സിനിമ സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ കാലത്ത് സിനിമ തിയേറ്ററുകളിൽ ഓടണമെങ്കിൽ മികച്ച തിയേറ്ററിക്കൽ അനുഭവം വേണം. അടുത്ത കാലത്ത് തിയേറ്ററിൽ ഓടിയ മികച്ചൊരു കുടുംബ ചിത്രം പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ വർഷം ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്ത ARM ഇറങ്ങി. അങ്ങനെ വലിയ ക്യാൻവാസ് വരുന്ന സിനിമകളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇന്ന് കുടുംബ ചിത്രങ്ങൾ വേണ്ടേ? ഭരതനാട്യം എന്ന ചിത്രം തിയേറ്ററിൽ വിജയിച്ചില്ല, പക്ഷേ OTTയിൽ വിജയിച്ചല്ലോ. കുഞ്ഞു ചിത്രങ്ങളും ഇവിടെ സംഭവിക്കേണ്ടേ? ഒരു മാസ് തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുത്തുള്ള സിനിമയല്ല പ്രിൻസ് ആൻഡ് ദ ഫാമിലി. എന്നിട്ടും ഈ വിജയം സാധ്യമായില്ലേ? ദിലീപേട്ടന്റെ മാസ് സിനിമകൾ വരാനുണ്ട്. സിനിമയുടെ വലുപ്പമല്ല, കണ്ടന്റ് ആണ് കാര്യം. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകുന്ന അല്ലാതെ കുടുംബ ചിത്രങ്ങൾക്ക് ഇവിടെ എവിടെയാണ്? സത്യത്തിൽ കുടുംബത്തിന് വന്നിരുന്ന് കാണാൻ സാധിക്കുന്ന സിനിമ സംഭവിക്കുന്നില്ല. വയലൻസും ത്രില്ലറും ആക്ഷൻ സിനിമകളും ഒക്കെ വേണം, പക്ഷെ കുടുംബ ചിത്രവും ഇവിടെ വേണ്ടേ? എൻ്റെ അമ്മയെ പോലുള്ളവരെല്ലാം തിയേറ്ററിൽ പോകുമ്പോൾ കാണുന്നത് ദിലീപേട്ടന്റെ കംബാക്ക് അല്ല, നല്ല സിനിമയാണ്. അവർക്ക് മനസ്സിലാവുന്ന സിനിമ കണ്ടു. ദിലീപേട്ടന്റെ ഫോർമുലയിൽ വരുന്ന സിനിമയല്ല ഇത്. പക്ഷെ ദിലീപേട്ടൻ ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല, ധ്യാൻ പറഞ്ഞു. തന്നെക്കുറിച്ച് നല്ലത് പറയാനും ഇവിടെ ആളുകൾ ഉണ്ടല്ലോ എന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ വാക്കുകൾക്ക് ദിലീപിന്റെ ചിരി കൊണ്ടുള്ള മറുപടി.